Hi, hello, welcome to Competitive Cracker. It's me, Vishnu Ashok. നിങ്ങൾക്കറിയാലേ നമ്മളുടെ നെറ്റ് കൊമേഴ്സ് എക്സാമിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നെറ്റ് കൊമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഓരോ വർഷവും എന്താണ് നെറ്റ് എക്സാം ഇങ്ങനെ ഇച്ചിരി അധികം ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നമ്മളുടെ ഭാഗത്ത് നിന്നുണ്ട് എങ്കിൽ ഈ ഒരു എക്സാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം കൃത്യമായിട്ട്. ആ ഒരു സിലബസ് മുഴുവനായിട്ടൊന്ന് കവർ ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു പഠനമുണ്ട് എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കൊമേഴ്സിൽ നെറ്റ് അല്ലെങ്കിൽ JRF ഒക്കെ നേടിയെടുക്കാനായിട്ട് സാധിക്കും. നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ റീസെന്റ് ആയിട്ട് ഉണ്ടായേക്കുന്ന നമ്മുടെ സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് റീസെന്റ് ആയിട്ട് വന്ന ചേഞ്ചസുകൾ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, കൃത്യമായിട്ട് പഠിച്ചു പോക്കണം. അതായത് നമുക്കറിയാം ഇൻകം ടാക്സ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇൻകം ടാക്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിച്ച് പോകുന്ന സമയത്ത് നമ്മൾ പഠിക്കാറുണ്ട് ഏതാണോ നമ്മളുടെ പർട്ടിക്കുലർ ആയിട്ടുള്ള അസസ്മെന്റ് ഇയർ അതിന് തൊട്ട് മുമ്പിലത്തെ പ്രീവിയസ് ഇയറിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ അസസ്മെന്റ് ഇയർ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ടാക്സ് സ്ലാബ് ഒക്കെ നോക്കുന്നത്. എന്നാൽ ഇപ്പൊ നമുക്ക് റീസെന്റ് ആയിട്ട് നമ്മളുടെ നിർമ്മല സീതാരാമൻ അല്ലെ, നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ വന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പുതിയതായിട്ടുള്ള ഒരു ബഡ്ജറ്റിന്റെ അകത്ത് നമ്മളുടെ പുതിയൊരു ടാക്സ് സ്ലാബ് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ടാക്സ് സ്ലാബിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. നമ്മളുടെ സബ്ജക്റ്റിനകത്ത് നമ്മളുടെ ഇൻകം ടാക്സിനകത്ത് ഉണ്ടായ ഒരു അപ്ഡേഷൻ ആണ്. ഇതിനെപ്പറ്റി നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. ബിക്കോസ് നമുക്ക് കയറി ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട്. അപ്പം പ്രോബ്ലം ബേസ്ഡ് ആയിട്ടൊന്നും നമുക്ക് വരില്ല. ബിക്കോസ് എന്തുകൊണ്ടാണ് പ്രോബ്ലം ബേസ്ഡ് ആയിട്ടൊന്നും വരാനായിട്ട് സാധ്യത ഇല്ലാത്തത്? എന്തുകൊണ്ടാണ്? അത് നമ്മളുടെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള, അതായത് 2025 26 27 ആ ഒരു സമയത്തേക്കാണ് ഇത് പ്രാവർത്തികമാകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രോബ്ലം ബേസ്ഡ് ആയിട്ട് വരത്തില്ല, പക്ഷെ തിയററ്റിക്കൽ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യനുകളൊക്കെ ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കറണ്ട് ആയിട്ടുള്ള റീസെന്റ് ആയിട്ടുള്ള ട്രെൻഡിനകത്ത് ഉൾപ്പെടുന്ന ഒരു ഏരിയയും കൂടിയാണ് എന്തെന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു യൂണിയൻ ബജറ്റിനകത്ത്. യൂണിയൻ ബജറ്റ് 2025 അകത്ത് വന്ന ചേഞ്ചസ്, ഇൻകം ടാക്സ് സ്ലാബിനകത്തുണ്ടായ ചേഞ്ചസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ, മനസ്സിലായല്ലോ? അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് ആ വന്ന ചേഞ്ചസ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ അല്ലേ? നോക്ക്, ദ ഫിനാൻസ് മിനിസ്റ്റർ Nirmala Sitharaman has introduced significant changes in the income tax slab under the new tax regime in the Union Budget 2025. അതായത് 2025 യൂണിയൻ ബജറ്റ് അനുസരിച്ച് ഇൻകം ടാക്സ് സ്ലാബിനകത്ത് കുറച്ചധികം മാറ്റങ്ങൾ ആര് കൊണ്ടുവന്നു? നമ്മളുടെ ഫിനാൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള നിർമ്മല സീതാരാമൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അത് എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം. ദ ന്യൂ സ്ലാബ് വിൽ കംസ് ടു effects on 1st April 2025 for the financial year 2025-26 ഫിനാൻഷ്യൽ ഇയറിന് വേണ്ടി എന്നോട്ട് അത് പ്രാവർത്തികമാകും April 1, 2025 മുതൽ ഇതെന്തായി വരും, പ്രാബല്യത്തിൽ വരുന്നതാണ്. അപ്പോൾ ഓർത്തു വെക്കണം, April 1, 2025 മുതലാണ് ഈ ഒരു ന്യൂ ടാക്സ് റെജീം അല്ലെ, അതായത് ഈ ഒരു യൂണിയൻ ബജറ്റിനകത്ത് നിർമ്മല സീതാരാമൻ കൊണ്ടുവന്നിരിക്കുന്ന ഈ ഒരു ടാക്സ് സ്ലാബ് പ്രാവർത്തികം ആകുന്നത്. ഓർത്തു വെച്ചോ കേട്ടോ. ഇനി ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? The restructuring of the tax slab aims to simplify the tax system and offer the reliefs to taxpayers across the different income. ഇവിടെ ഓർത്ത് വെച്ച് എന്താണ് പറഞ്ഞേക്കുന്നത്? റീസ്ട്രക്ചറിങ് ദ ടാക്സ് സ്ലാബ്. ടാക്സ് സ്ലാബിൽ ഉണ്ടായേക്കുന്ന ഈ റീസ്ട്രക്ചറിങ് എന്തിനു വേണ്ടിയുള്ളതാണ്? അതായത് നമുക്കറിയാം നമ്മളുടെ ടാക്സിന്റെ അല്ലെങ്കിൽ നമ്മൾ ടാക്സ് അടയ്ക്കുന്ന ആ ഒരു സിസ്റ്റത്തിനകത്തുള്ള കോംപ്ലിക്കേഷൻസ് ഒക്കെ എന്ത് ചെയ്യാനായിട്ട്, റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് ഇംപ്ലിമെന്റ് ആക്കിയത് ഈ 2025 യൂണിയൻ ബജറ്റ് പ്രകാരം നിർമ്മല സീതാരാമൻ പുതിയ ടാക്സ് സ്ലാബ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ആ ടാക്സ് സ്ലാബ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തിരിക്കണം, മനസ്സിലാക്കി വെച്ചോണം. എന്നാൽ മാത്രമേ ഉള്ളൂ ഇതിൽ നിന്ന് വരുന്ന നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ക്ലിയർ ചെയ്ത് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ ഇവിടെ ഓർത്ത് വെച്ച്, അതായത് 0 തൊട്ട് ഒരാളുടെ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്, 4 ലക്ഷം രൂപ വരെയാണ് എങ്കിൽ അദ്ദേഹത്തിന് റേറ്റ് ഓഫ് ടാക്സ് എങ്ങനെയായിരിക്കും, നില്ലായിരിക്കും. ഓർത്ത് വെച്ചോണം, പ്രീവിയസുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് തന്നെ പഠിച്ചോണം. 4 ലക്ഷം രൂപ വരെ എന്തായിരിക്കും, നില്ലായിരിക്കും. 4 ലക്ഷം രൂപ വരെ അദ്ദേഹം ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല മക്കളെ, കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെച്ചോണം. നില്ലായിരിക്കും. അതുപോലെ 4 ലക്ഷം തൊട്ട്
8 ലക്ഷം വരെ 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെ എത്ര രൂപ അടയ്ക്കേണ്ടതായിട്ട് വരും? എത്രയാണ്? 5% അല്ലെ, അയാളുടെ ഇൻകത്തിന്റെ, അയാളുടെ ടോട്ടൽ ഇൻകത്തിന്റെ 5% ആയിരിക്കും എന്ത് വരുന്നത്? ടാക്സ് സ്ലാബ് വരുന്നത്. കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചോണം. എത്ര തൊട്ട് എത്ര വരെയാണ്? 4,01,000 രൂപ മുതൽ 4,01,000 രൂപ മുതൽ 8 ലക്ഷം രൂപ വരെ എത്രയാണ്? 5%. ഇനി 8,01,000 രൂപ മുതൽ 12 ലക്ഷം വരെ എത്രയാണ്? 10 ലക്ഷം, 10% ആണ്. ഓർത്ത് വെക്കുക. ഒന്നുകൂടി കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണം. 4 ലക്ഷം വരെ നില്ലാണ്. 4 ലക്ഷം ടു 8 ലക്ഷം 5%. 8 ലക്ഷം ടു 12 ലക്ഷം എത്രയാണ്? 10%. 12,01,000 രൂപ മുതൽ എത്രയാണ് നമ്മളുടെ എന്താണ്? 16 ലക്ഷം വരെ എത്രയാണ്? 15%. 16 ലക്ഷം മുതൽ 16,01,000 രൂപ മുതൽ 20 ലക്ഷം വരെ എത്രയാണ്? 20%. 20 ലക്ഷം മുതൽ 24 ലക്ഷം വരെ 20,01,000 രൂപ മുതൽ 24 ലക്ഷം വരെ എത്രയാണ്? 25%. 25%. എബവ്, അതായത് എന്താണ്? 24 ലക്ഷത്തിന് മുകളിലേക്കാണ് ഒരാളുടെ ടോട്ടൽ ഇൻകം എങ്കിൽ അയാൾക്ക് എത്രയാണ്? 30%. 30%, അതായത് 30% ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. 30% ആണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 12 ലക്ഷമാണ് എന്ന് വിചാരിക്കുക. 12 ലക്ഷമാണ് എങ്കിൽ അയാളുടെ ആദ്യത്തെ 4 ലക്ഷത്തിന് അദ്ദേഹം എന്തെങ്കിലും അടയ്ക്കണോ? ആദ്യത്തെ 4 ലക്ഷം എന്തായിരിക്കും? നില്ലായിരിക്കും അല്ലെ. ആദ്യത്തെ 4 ലക്ഷം എന്തായിരിക്കും? നില്ലായിരിക്കും. അടുത്ത 4 ലക്ഷം അല്ലെ, അടുത്ത 4 ലക്ഷം വരുമ്പോഴത്തേക്കിന് അടുത്ത 4 ലക്ഷത്തിന് എത്രയാണ്? 5% അല്ലെ. അടുത്ത 4 ലക്ഷത്തിന് 5% അദ്ദേഹം എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? 5% അദ്ദേഹം എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും? ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും അല്ലെ. 5 ലക്ഷത്തി എന്താണ് 5% എന്ന് പറയുമ്പോൾ എത്ര വരും? 20,000 അല്ലെ. 20,000 രൂപ അദ്ദേഹം എന്ത് കൊടുക്കേണ്ടതായിട്ട് വരും? ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി എത്രയായി? അയാളുടെ വരുമാനം എന്ന് പറഞ്ഞാൽ 12 ലക്ഷമാണ്. ഇപ്പൊ 8 ലക്ഷമേ ആയുള്ളൂ. ഇനി എത്രയും കൂടി വരുന്നുണ്ട്? 4 ലക്ഷം കൂടി വരുന്നുണ്ട് അല്ലെ. അടുത്ത 4 ലക്ഷത്തിന് അയാൾ എത്ര കൊടുക്കേണ്ട വരും? അടുത്ത 4 ലക്ഷം രൂപയ്ക്ക് എത്ര പലിശ, എത്ര ഇത് കൊടുക്കേണ്ടതായിട്ട് വരും? ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും. എത്രയാണ്? 10% അല്ലെ. 10%. അതായത് എത്ര കൊടുക്കണം? 40,000 കൊടുക്കണം. അതായത് 12 ലക്ഷം വരുമാനമുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ എത്രയാണ് ടാക്സ് കൊടുക്കേണ്ടത്? 60,000 രൂപ ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരും. എന്നാൽ ഇപ്പോഴത്തെ പുതിയ യൂണിയൻ ബജറ്റിൽ നിർമ്മലാ സീതാരാമൻ ഈ ഒരു ടാക്സ് സ്ലാബ് അവതരിപ്പിച്ചപ്പോൾ ഒരു അഡ്വാൻറ്റേജ് കിട്ടുകയാണ്. എന്താണ് ആ അഡ്വാൻറ്റേജ് എന്ന് നോക്കിയേ. എന്താണ്? ഇൻക്രീസ് ദ റിബേറ്റ് ഇൻക്രീസ് ചെയ്തു. സെക്ഷൻ ഓർത്ത് വെച്ചോണം. 87A പ്രകാരം റിബേറ്റ് എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. നേരത്തെ റിബേറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? ആ ഒരു അഡ്വാൻറ്റേജ് എത്രയായിരുന്നു? 25,000 ആയിരുന്നു. ഇപ്പൊ അത് എത്രയാക്കി മാറ്റി? 60,000, 60,000 വരെ എന്താണ് നമുക്ക് ആ ഒരു റിബേറ്റ് കിട്ടുകയാണ്. 60,000 വരെ ആ ഒരു ലിമിറ്റ് ഇൻക്രീസ് ചെയ്തു. റിബേറ്റിന്റെ നേരത്തെ ലിമിറ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 25,000 ആയിരുന്നു. 87A പ്രകാരം അതെന്ത് ചെയ്തിട്ടുണ്ട്? ഇൻക്രീസ് ചെയ്തു. എത്രയാക്കി മാറ്റി? 60,000 ആക്കി മാറ്റി. അതുകൊണ്ട് തന്നെ എന്താണ്? നോ ടാക്സ് ലയബിലിറ്റി ഇൻകം അപ് ടു 12 lakh, അതായത് 12 ലക്ഷം വരെ ഇൻകം ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ ടാക്സ് അടയ്ക്കേണ്ട ആവശ്യമുണ്ടോ? അവർക്ക് എന്താണ്? 12 ലക്ഷം, അതായത് റിബേറ്റ് അവർക്ക് എത്ര കിട്ടുന്നുണ്ട്? റിബേറ്റ് ആണോ അതോ അവരുടെ എന്താണ് ടാക്സ് ആണോ? ഏതാണ്? വിച്ചവർ ഈസ് ലെസ്, അത് അവർക്ക് എന്ത് കിട്ടുന്നുണ്ട്? അടയ്ക്കേണ്ടതായിട്ട് വെക്കാനായിട്ട് പറ്റും ഈ റിബേറ്റ് പ്രകാരം അല്ലെ. ആ ഒരു ടാക്സിനകത്ത് അവർക്ക് ആ ഒരു അഡ്വാൻറ്റേജ് കിട്ടുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂല് 12 ലക്ഷം അല്ലെ, 12 ലക്ഷം 12 lakh വരെയുള്ള ഇൻകം ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എത്രയാണ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നത്? 60,000 ആണ്. 60,000 എന്ത് കിട്ടുന്നുണ്ട് മക്കളെ? റിബേറ്റ് കിട്ടുന്നുണ്ട്. അപ്പൊ പിന്നെ അവരുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് നില്ലായിരിക്കും. അപ്പൊ അതാണ് ഉദ്ദേശിക്കുന്നത്. നോ ടാക്സ് ലയബിലിറ്റി ഇൻകം അപ് ടു 12 lakh. 12 lakh വരെ ഉള്ളവർക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല? ശരിക്കും ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. ഏത് റെജീം പ്രകാരം? നമ്മളുടെ പുതിയതായിട്ട് യൂണിയൻ ബജറ്റ് പ്രകാരം നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചിരിക്കുന്ന പുതിയ സ്ലാബ് പ്രകാരം 12 ലക്ഷം വരെ ഉള്ളവർക്ക് ടാക്സ് ലയബിലിറ്റി വരുന്നില്ല. ബിക്കോസ് അവർക്ക് റിബേറ്റ് എത്ര കിട്ടുന്നുണ്ട്? 60,000 രൂപ വരെ റിബേറ്റ് ആവുന്നുണ്ട്. നേരത്തെ റിബേറ്റ് എത്രയായിരുന്നു? 25,000. അത് എത്രയായിട്ട് ഇൻക്രീസ് ചെയ്തു? 60,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഏത് സെക്ഷൻ അനുസരിച്ച്? 87A അനുസരിച്ച്. ഓക്കെ ആണല്ലോ? ക്ലിയർ ആണല്ലോ? അപ്പം നമ്മളുടെ കീ ഹൈലൈറ്റ് ആണ് ഏതാണ്ട് 2025 ഇൻകം ടാക്സ് റെജീമിന്റെ ഏറ്റവും കീ ഹൈലൈറ്റ് ആണ്. എന്ത് ഇൻക്രീസ് ചെയ്തു? നമ്മളുടെ റിബേറ്റ് ഇൻക്രീസ് ചെയ്തു. 25,000 നിന്ന് എത്രയായി ഇൻക്രീസ് ചെയ്തു? 60,000 ആയിട്ട് ഇൻക്രീസ് ചെയ്തു എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കി വെച്ചോണം. അതുകൊണ്ട് തന്നെ എന്താണ്? 12 ലക്ഷം വരെ ഉള്ളവർക്ക് എന്താണ്? നോ ടാക്സ് ലയബിലിറ്റി. അവർക്ക് എന്തില്ല? ടാക്സ് ലയബിലിറ്റി ഇല്ല എന്നുള്ള കാര്യം
ഓർത്ത് വെക്കണം, കൃത്യമായി മനസ്സിലാക്കി വെക്കണം. ഇനി അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ഫോർ ടാക്സ് പേയേഴ്സ് അണ്ടർ ദ ന്യൂ റെജീം. ഈ ന്യൂ റെജീം അനുസരിച്ച് അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഫോർ സാലേർഡ് ഇൻഡിവിജ്വൽ, സാലേർഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസിന് കിട്ടുന്ന സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ നേരത്തെ എത്രയായിരുന്നു? 50,000 ആയിരുന്നു. അത് ഇൻക്രീസ് ചെയ്ത് എത്രയാക്കി മാറ്റി? 75,000 ആക്കി മാറ്റി. ഓർത്ത് വെക്കണം, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, അതായത് ഓർത്ത് വെക്കണം അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ആണ്. ന്യൂ റെജീം അനുസരിച്ചുള്ള അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഏതാണ്? ഓർത്ത് വെക്കേണ്ടതാണ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ. നേരത്തെ പ്രീവിയസ്ലി എത്രയായിരുന്നു? 50,000 ആയിരുന്നു. അത് എന്താക്കി മാറ്റിയിട്ടുണ്ട്? 75,000 ആക്കി, 75,000 ആക്കി മാറ്റിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്ത് വെക്കണം. പിന്നെ അടുത്തതാണ് ഡിഡക്ഷൻ ഫോർ ഫാമിലി പെൻഷൻ. അല്ലെ, ഡിഡക്ഷൻ ഫോർ ഫാമിലി പെൻഷൻ എത്രയാക്കി മാറ്റി? നേരത്തെ വരെ 15,000 ആയിരുന്നു നമുക്ക് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ എത്രയാക്കി മാറ്റിയിട്ടുണ്ട്? 25,000, 25,000 ആക്കി മാറ്റിയിട്ടുണ്ട്. അത് കൃത്യമായി മനസ്സിലാക്കണം. സ്റ്റേറ്റ്മെന്റ് ഓറിയന്റഡ് ആയിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് തെറ്റിക്കാൻ സാധ്യതയുണ്ട്. ഓർത്ത് വെക്കുക, ഡിഡക്ഷൻ ഫോർ ഫാമിലി പെൻഷൻ എന്താ എത്രയാക്കി മാറ്റിയിട്ടുണ്ട്? 25,000 ആക്കി. നേരത്തെ എത്രയായിരുന്നു? 15,000 ആയിരുന്നു. ഇനി അടുത്താണ് ഹയർ എംപ്ലോയർ NPS കോൺട്രിബ്യൂഷൻ. എംപ്ലോയർ ഓർത്ത് വെച്ചോണം കേട്ടോ, എംപ്ലോയറുടെ എന്താണ് നാഷണൽ പെൻഷൻ സ്കീമിലേക്കുള്ള കോൺട്രിബ്യൂഷൻ. എംപ്ലോയിയുടെ അല്ല, എംപ്ലോയറുടെ നാഷണൽ പെൻഷൻ സ്കീമിലേക്കുള്ള കോൺട്രിബ്യൂഷൻ എത്രയാക്കി മാറ്റി? ഓർത്ത് വെക്കണം, 80cc(d) പ്രകാരം സെക്ഷൻ 2, 80cc(d) സെക്ഷൻ 2 ആണ്. അത് പ്രകാരം നേരത്തെ എത്രയായിരുന്നു? 10% ആയിരുന്നു. അത് എത്രയായിട്ട് മാറി? 14% ആക്കി മാറ്റി. അതൊന്ന് ഓർത്ത് വെച്ചോണം. 10% ആയിരുന്നു, അത് എത്രയാക്കി മാറ്റി? 14% ആക്കി മാറ്റി എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ആരുടെ കോൺട്രിബ്യൂഷൻ ആണ്? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആണ്. എംപ്ലോയിയുടെ അല്ല, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ. ദ ഹയർ എംപ്ലോയർ NPS, അതായത് നാഷണൽ പെൻഷൻ സ്കീം കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 80cc(d) സബ്സെക്ഷൻ 2 പ്രകാരം എത്രയായി മാറി? 14 ആയിട്ട് മാറി. ഓഫ് ദി സാലറിയുടെ 14%. നേരത്തെ അത് എത്രയായിരുന്നു? 10% ആയിരുന്നു. കറക്റ്റ് ആയിട്ട് മനസ്സിലായല്ലോ. എന്തൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞത്? ന്യൂ റെജീം വന്നു കഴിഞ്ഞപ്പം റിബേറ്റ് ഇൻക്രീസ് ചെയ്തു അല്ലെ, 87A പ്രകാരം റിബേറ്റ് ഇൻക്രീസ് ചെയ്തു. എത്രയായിരുന്നു? നേരത്തെ 25,000 ആയിരുന്നു, ഇപ്പൊ എത്രയായിട്ട് മാറി? 60,000 ആയിട്ട് മാറി. ഇതിങ്ങനെ റിബേറ്റ് വന്നപ്പോൾ അഡ്വാൻറ്റേജ് എന്നാണ്? 12 lakh വരെയുള്ള അല്ലെ, 12 ലക്ഷം വരെയുള്ളവരുടെ ടാക്സ് ലയബിലിറ്റി എന്തായിട്ട് മാറി? നില്ലായിട്ട്, അതായത് ടാക്സ് ലയബിലിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി. അതുപോലെ തന്നെ എന്താണ് അഡീഷണൽ ആയിട്ടുള്ള ബെനിഫിറ്റ്സ് ടാക്സ് പേയേഴ്സിന് വന്നു അല്ലെ. എന്തൊക്കെയായിരുന്നു അഡീഷണൽ ആയിട്ട്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ, അതായത് നേരത്തെ 50,000 ആയിരുന്നു, അത് എത്രയായിട്ട് മാറി? 75,000 ആയിട്ട് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മാറി. അതുപോലെ തന്നെ എന്താണ് ഫാമിലി പെൻഷൻസ് നേരത്തെ 15,000 ആയിരുന്നു, എത്രയായിട്ട് മാറി? 25,000 ആയി മാറി. അതുപോലെ തന്നെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എന്തിലോട്ടുള്ള? NPS-ലോട്ടുള്ള എന്താണ് നാഷണൽ പെൻഷൻ സ്കീമിലോട്ടുള്ള ആരുടെയാണ്? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ 80cc(d) പ്രകാരം 80cc(d) സബ്സെക്ഷൻ 2 പ്രകാരം എത്രയായി മാറി? 14% ആയി മാറി. പ്രീവിയസ്ലി എത്രയായിരുന്നു? 10% ആയിരുന്നു. കറക്റ്റ് ആയിട്ട് മനസ്സിലായല്ലോ. വളരെ ചെറിയൊരു ഏരിയ ആണ്, വളരെ ചെറിയൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താണ്? നമ്മളുടെ ആ ഒരു ടാക്സ് ലാബിനകത്തുണ്ടായ ആ ഒരു വ്യത്യാസമാണ്. അത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഇത് പ്രകാരം ക്വസ്റ്റ്യനുകൾ വരുന്നത് ഏതൊരു മോഡലിനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? ചെയ്തെടുക്കാനായിട്ട് പറ്റണം. ഇനി അടുത്ത ഓർത്ത് വെച്ചേ, മാർജിനൽ റിലീഫ് ഓൺ ദി റിബേറ്റ് സ്റ്റിൽ ആപ്ലിക്കബിൾ, എൻഷുർ ദാറ്റ് ദ ടാക്സ് പ്ലേയേഴ്സ് ജസ്റ്റ് എബവ് ദ റിബേറ്റ് their hold do not face the sudden high tax liability. അല്ലെ, ഇപ്പൊ ഓർത്ത് വെച്ചേ, നമുക്ക് എന്താണ് റിബേറ്റ് കിട്ടിയതൊക്കെ അല്ലെ. റിബേറ്റ് നേരത്തെ എത്രയായിരുന്നു ഉണ്ടായിരുന്നത്? 25,000 ആയിരുന്നു, അത് എത്രയായിട്ട് മാറ്റിയിട്ടുണ്ട്? 60,000 ആയിട്ട് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് അതൊരു വലിയ അഡ്വാൻറ്റേജ് ആണ്. അതായത് ജസ്റ്റ് എന്താണ് 12 ലക്ഷത്തിന് തൊട്ട് മുകളിലേക്കുള്ള ആളുകൾക്ക് അതിന് മാത്രം എന്ത് ചെയ്താൽ മതി? അടയ്ക്കേണ്ടതായിട്ട് വന്നാൽ മതി. അവർ എത്രയാണോ അതിലേക്ക് വരുന്ന ടാക്സ് അത് മാത്രം പേ ചെയ്താൽ മതി. അപ്പം അതിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഒരു സാലറിഡ് പീപ്പിളിന് അല്ലെങ്കിൽ എന്താണ് ഒരു ടോട്ടൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്താണ് വളരെയധികം എന്താണ് ഒരു റിലീഫ് കിട്ടുന്ന ഒന്നാണ് എന്ന് പറയുന്നത് ഈ റിബേറ്റ് ഇൻക്രീസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ എന്തിന് കാരണമാക്കി? സിംപ്ലിഫൈ ദ ടാക്സ് സിസ്റ്റം ഒക്കെ വളരെയധികം സിംപ്ലിഫൈ ചെയ്യാനായിട്ട് ഒരുപാട് എക്സെപ്ഷൻസുകളും ഡിഡക്ഷൻസും ഒക്കെ കൊണ്ടുവന്ന് വളരെ ഈസി ആയിട്ട് തന്നെ ഒരു ടാക്സ് പേയേഴ്സ് കൊണ്ടുപോകാനായിട്ടൊക്കെ സാധിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെച്ചോണം. റിബേറ്റ് ഇൻക്രീസ് ചെയ്ത കാര്യം ഒന്ന് കറക്റ്റായിട്ട് ഓർത്ത് വെച്ചോണം. അത് ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു 2 ക്വസ്റ്റ്യൻ നോക്കിയാലോ മക്കളെ? ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ regarding increase the rebate under section 87A in budget 2025. അതായത് സെക്ഷൻ 87A പ്രകാരം ബഡ്ജറ്റ് 2025 അകത്ത് എന്താണ്
ആ താഴെ പറയുന്ന അനുസരിച്ച് എന്തൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത്? വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ റിഗാർഡിംഗ് ഇൻക്രീസ്ഡ് റിബേറ്റ് ഇൻക്രീസ് ചെയ്തതുമായി ബന്ധപ്പെട്ട് 87A പ്രകാരം എന്താണ് താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് ചോദിച്ചിരിക്കുന്നത്? ദ റിബേറ്റ് ഈസ് എന്താണ് അവൈലബിൾ ടു ഓൾ ടാക്സ് പേയേഴ്സ് റിഗാർഡ്ലെസ് ഓഫ് ഇൻകം, അതോ ദ റിബേറ്റ് ഹാസ് ബീൻ ഇൻക്രീസ്ഡ് ടു 60,000 മേക്കിംഗ് ദ ഇൻകം അപ് ടു 12 lakh ടാക്സ് ഫ്രീ. അതല്ലേ കറക്റ്റ് ആയിട്ടുള്ളത് അല്ലെ? എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. ഏകദേശം 12 ലക്ഷം വരെയുള്ള ആളുകൾക്ക് എന്ത് കിട്ടാനായിട്ട് തുടങ്ങി? ടാക്സ് പേയേഴ്സിന് ടാക്സ് ഫ്രീ ആകാനായിട്ട് തുടങ്ങി എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ബഡ്ജറ്റ് 2025 ഇൻക്രീസ് ദ റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A ഫ്രം 25,000 to 60,000 ensuring that the individual earning up to 12 lakh have zero tax liability. അല്ലെ? 12 lakh വരെയുള്ളവർക്ക് സീറോ ടാക്സ് ലൈബിലിറ്റി ആണ് ഉണ്ടാകുന്നത് എന്നുള്ള കാര്യം ഓർത്ത് വെച്ചോണം. കൃത്യമായിട്ട് മനസ്സിലാക്കി വെച്ചോണം. വളരെ സിമ്പിൾ ആണ്. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയല്ലേ? അതായത് എന്താണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു വെച്ചാൽ 12 ലക്ഷം വരെയുള്ള ആളുകളുടെ ടാക്സ് ലൈബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്രേ വരത്തുള്ളൂ? 60,000 രൂപയെ വരത്തുള്ളൂ. ആ 60,000 രൂപ എന്ന് പറയുന്നത് എന്താണ്? റിബേറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരെന്തായി മാറും? ടാക്സ് ഫ്രീ ആയിട്ട് മാറും എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടിയില്ലേ നിങ്ങൾക്ക്? ക്ലിയർ ആയില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഈ ഒരു കാര്യങ്ങളും കൂടി ഒന്ന് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കണേ. ദ റിബേറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ ക്യാപിറ്റൽ ഗെയിൻ അണ്ടർ സെക്ഷൻ എന്താണ് 112A അല്ലെ? അതായത് എത്രയാണ്? 112A പ്രകാരം എന്ത് ആപ്ലിക്കബിൾ അല്ല? നമ്മളുടെ ഈ റിബേറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഗെയിന് ആപ്ലിക്കബിൾ അല്ല എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെച്ചോണം. ദ റിബേറ്റ് ഈസ് നോട്ട് അവൈലബിൾ അണ്ടർ ദ ഓൾഡ് ടാക്സ് റെജീം. സോ ദ ഓപ്ഷൻ സി ഈസ് ഇൻകറക്റ്റ്. ഓപ്ഷൻ സി ഇൻകറക്റ്റ് ആണ്. ഓപ്ഷൻ ഡിയുടെ കാര്യം ഒന്ന് നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഓർത്ത് വെച്ചോണം. എന്താണ്? ദ റിബേറ്റ് ഈസ് നോട്ട് ആപ്ലിക്കബിൾ ഫോർ ക്യാപിറ്റൽ ഗെയിൻ ആപ്ലിക്കബിൾ അല്ല. ഏത് സെക്ഷൻ പ്രകാരം? സെക്ഷൻ 112A പ്രകാരം. അപ്പൊ നമ്മളുടെ CCയിൽ നമ്മളുടെ നെറ്റിന്റെ ക്ലാസ്സുകളൊക്കെ അവൈലബിൾ ആണ്. സിസ്റ്റമാറ്റിക് ആയിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. എന്തെല്ലാം അപ്ഡേറ്റ്സ് വരുന്നുണ്ടോ ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് ക്ലാസ്സുകളിലൂടെയും റെക്കോർഡഡ് ക്ലാസ്സുകളിലൂടെയും അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകളിലൂടെയും മെന്റർഷിപ്പിലൂടെയും ഒക്കെ എന്തെല്ലാം ആവശ്യമുണ്ടോ നിങ്ങൾക്ക് ഈ ഒരു നെറ്റ് കൊമേഴ്സ് നേടിയെടുക്കാനായിട്ട് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും നൽകിക്കൊണ്ടാണ് CC ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ നമ്മളുടെ പുതിയ എന്താണ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമുക്ക് എന്താണ് ജനറൽ പേപ്പറിനും എക്കണോമിക്സിനും മാനേജ്മെന്റിനും ഇംഗ്ലീഷിനും കൊമേഴ്സിനും CSIR ഫിസിക്സിനും ഒക്കെ ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ക്ലാസ്സുകളിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്ക് താഴെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലും എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. അപ്പോൾ പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. നിങ്ങൾക്ക് നെറ്റ് കൊമേഴ്സുമായിട്ട് എന്തെല്ലാം സംശയങ്ങളുണ്ടോ, അതുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം സംശയമുണ്ടോ അതെല്ലാം നമ്മളുടെ ഈ ഒരു നമ്പറിൽ ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഞാൻ ഉണ്ടാകും നിങ്ങളുടെ ഒപ്പം. ഈ ഒരു ജേർണിയിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് എന്താണ്? പുതിയൊരു അപ്ഡേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള സ്ലാബിനെ കുറിച്ചാണ്. അതിനുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ക്വസ്റ്റ്യനുകളും കൂടി നമ്മൾ പരിചയപ്പെടും. അപ്പോൾ നിങ്ങൾ ഇത് മറക്കണ്ട. ഈ ഒരു നമ്പർ ഓർത്ത് വെക്കുക. ഈ ഒരു നമ്പറിൽ എന്ത് ചെയ്യുക? വിളിച്ച് നിങ്ങൾ കോഴ്സിൽ ചേരുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ അടുത്ത ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, എന്താണ് പറഞ്ഞേക്കുന്നത്? വിച്ച് ഓഫ് ദ ഫോളോവിങ് ചേഞ്ചസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ യൂണിയൻ ബജറ്റ് 2025 ടു പ്രൊമോട്ട് ദ ഹയർ പെൻഷൻ സ്കീം. അതായത് എന്താണ്? ഹയർ പെൻഷൻ സ്കീമിനകത്ത് എന്താണ് 2025 എന്താണ് യൂണിയൻ ബജറ്റിന്റെ അകത്ത് അതിന് വന്ന ചേഞ്ചസ് എന്താണ് എന്നാണ് ചോദിച്ചേക്കുന്നത്. Which of the following changes was introduced? എന്ത് ചേഞ്ച് ആണ് 2025 യൂണിയൻ ബജറ്റിന്റെ അകത്ത് ഈ ഒരു എന്താണ് പെൻഷൻ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെ പെൻഷൻ സേവിങ്സുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്? ദ ടാക്സ് ഫ്രീ വിഡ്രോവൽ ഫോർ ദ എൻറ്റയർ പെൻഷൻ കോർപ്സ് ആണോ? എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ഡിഡക്ഷൻ ലിമിറ്റ് റേസ്ഡ് ടു എത്രയാണ്? 14 അല്ലെ? എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എത്രയായിട്ട് കൂട്ടി? 14% ആയിട്ട്. നേരത്തെ എത്രയായിരുന്നു? 10%. ഇപ്പൊ എത്രയായിട്ട് മാറി? 14% മാറ്റി. നമ്മൾ പറഞ്ഞല്ലായിരുന്നോ? ആൻസർ കറക്റ്റ് അല്ലേ? നോക്കിയേ. അപ്പൊ നമുക്ക് ഏതാണ് ആൻസർ വരുന്നത്? ഏതാണ്? എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എത്രയാണ്? 10% നിന്ന് 14% മാറ്റി അല്ലെ? അപ്പൊ ആൻസർ കറക്റ്റ് അല്ലേ? ആൻസർ കറക്റ്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. എംപ്ലോയേഴ്സ് NPS അല്ലെ നാഷണൽ പെൻഷൻ സ്കീം കോൺട്രിബ്യൂഷൻ ഡിഡക്ഷൻ ലിമിറ്റ് എത്രയായിട്ട് കൂട്ടി? 14% മാറ്റി. നേരത്തെ എത്രയായിരുന്നു? 80CC D സബ്സെക്ഷൻ 2 പ്രകാരം നേരത്തെ 10 ആയിരുന്നു. അതിപ്പോ എത്രയായിട്ട് മാറി? 14 ആയിട്ട് മാറി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. Under the new tax regime,
ഫോർ ദ ഫിനാൻഷ്യൽ ഇയർ 2025-2026. അതായത് ഓർത്ത് വെക്കാം, ന്യൂ ടാക്സ് റെജീം പ്രകാരം 2025-26 ഒരാളുടെ ഏർണിംഗ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 11,50,000 ആണ് എങ്കിൽ അയാളുടെ ടാക്സ് ലയബിലിറ്റി എത്രയായിരിക്കും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. നമുക്കറിയാം 12 ലക്ഷം വരെ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് വരുന്ന, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ അയാളുടെ ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് 60,000 ആണ്. 60,000 വരെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? റിബേറ്റ് കിട്ടുന്നത് കൊണ്ട് തന്നെ അയാൾക്ക് എന്ത് അടക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ? ടാക്സ് അടക്കേണ്ടതായിട്ട് വരുന്നുണ്ടോ? ഇല്ല. ഇവിടെ നോക്കിയാൽ ഇയാളുടെ ടാക്സ് ലയബിലിറ്റി, അയാളുടെ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 11,50,000 ആണ്. അതായത് 12 ലക്ഷത്തെക്കാളും താഴെയാണ്. ബിക്കോസ് അയാളുടെ എന്താണ് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കിന് എന്തായാലും 60,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും അദ്ദേഹത്തിന്റെ എന്ത് വരുന്നതെന്ന് പറയുന്നത്, നമ്മളുടെ ആ ഒരു ടാക്സ് ലയബിലിറ്റി വരുന്നത്. ബിക്കോസ് 60,000 വരെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? റിബേറ്റ് കിട്ടുന്നുണ്ട്. 60,000 ടാക്സ് ലയബിലിറ്റി ഏതാണോ കുറവ് അത് നമുക്ക് എന്ത് ചെയ്യാൻ, ഡിഡക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ടാക്സ് അടക്കേണ്ടതായിട്ട് വരുമോ? ഇല്ല. ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി നില്ലാണ് വരുന്നത്. ഓപ്ഷൻ സി എത്രയാണ്? നില്ലാണ് വരുന്നത്. ഓർത്ത് വെച്ചോണം കേട്ടോ. ഓപ്ഷൻ സി നില്ലാണ് വരുന്നത്. ഇവിടെ ഓർക്കുക, സിൻസ് ദ റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A ഹാസ് ബീൻ ഇൻക്രീസ്ഡ് 60,000 ആൻഡ് എൻഷുർ ദാറ്റ് ദ ഇൻകം അപ് ടു 12 lakh ടാക്സ് ഫ്രീ ആയിരിക്കും. ഇൻകം എത്ര വരെയുള്ളവർ? 12 ലക്ഷം വരെയുള്ള ആളുകൾക്ക് ടാക്സ് ഫ്രീ ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക കേട്ടോ. അടുത്ത നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ദ ബഡ്ജറ്റ് 2025 ടാക്സ് ചേഞ്ചസ് ഈസ് ഇൻകറക്റ്റ്? താഴെ തന്നേക്കുന്നതിനകത്ത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. ദ റിബേറ്റ് അണ്ടർ 87A ഹാസ് ബീൻ ഇൻക്രീസ്ഡ് 25,000 to 60,000. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇൻകറക്റ്റ് അല്ലല്ലോ. ഇനി അടുത്ത നോക്കിയേ, ദ മാക്സിമം റിബേറ്റ് അപ്ലൈസ് ഓൺലി ഇഫ് ദ ടോട്ടൽ ടാക്സബിൾ ഇൻകം അപ്സ് ടു 50 lakh ആണോ? 50 lakh ആണോ? അത് തെറ്റാ അല്ലേ? ഇനി എന്താണ്? ദ എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ 10 നിന്ന് 14 ആക്കി. ശരിയാണ് അല്ലേ? ഇനി എന്താണ്? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഹാസ് ബീൻ ഇൻക്രീസ്ഡ് എത്രയാണ്? 50,000 നിന്ന് 75 ആക്കി. അതും ശരിയാണ്. അപ്പൊ ഇതാണ് തെറ്റായിട്ടുള്ള. എത്ര വരെ ഉള്ളൂ? 12 ലക്ഷം വരെ ആയിരുന്നു. 15 എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പം നമ്മളുടെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദ മാക്സിമം റിബേറ്റ് അപ്ലൈസ് ഓൺലി ഇഫ് ദ ടോട്ടൽ ടാക്സബിൾ ഇൻകം ഈസ് അപ് ടു എത്രയാണ്? 15 lakh എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളത്. അപ് ടു എത്ര വരെ ആകാവുള്ളൂ? 12 lakh വരെ ആകാവുള്ളൂ. കണ്ടോ, ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ കയറി വരും. വളരെ എന്താണ്, നമ്മൾ എപ്പോഴും എന്തായിരിക്കണം? ടാക്സിന്റെ കാര്യത്തിൽ വളരെ അപ്ഡേറ്റഡ് ആയിരിക്കണം. നമ്മളുടെ UGC നെറ്റിന്റെ കോച്ചിങ്ങിന്റെ കാര്യം ഞാൻ പറഞ്ഞു. CCയിൽ കോച്ചിങ് അവൈലബിൾ ആണ്. നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. കൃത്യമായിട്ടുള്ള പഠനമുണ്ട് എങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ എന്താണ് വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏതൊരു ഏരിയയിൽ നിന്നുമുള്ള സംശയങ്ങൾ കൃത്യമായി എന്താണ് അവർക്ക് സോൾവ് ചെയ്ത് തരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ് നമ്മൾ വീക്ക്ലി എക്സാമുകളും ഒക്കെ കണ്ടക്ട് ചെയ്ത എക്സാമുകളിലൂടെ MCQsകളിലൂടെയൊക്കെയാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു നെറ്റെന്നുപരി ഒരു JRFലേക്കൊക്കെ നിങ്ങളെ അത് എത്തിക്കാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യുക. കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്